നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി. അതിജീവിതയുടെ ഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ല എന്ന് ഹൈക്കോടതി പരാമർശിച്ചു. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. വളരെ നിർണായകമായ തീരുമാനം, മാത്രമല്ല അത് രഹസ്യരേഖയല്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഇനി ആ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുകയാണെന്ന് വേണം അതിലൂടെ കാണാൻ. ശ്യാം ദേവരാജ്, എപ്പോഴാണ് അതിജീവിതയ്ക്ക് കൈമാറുക? അതിജീവിതത്തെ സംബന്ധിച്ച ഒരു പരാതി നേരത്തെ തന്നെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ ആ അപേക്ഷ അഡീഷണൽ സെഷൻസ് കോടതി നിഷേധിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് ഈ നിഷേധിച്ച ഉത്തരവിനെതിരെ തീരുമാനം ചോദ്യം ചെയ്ത് അതിജീവിത ഹൈക്കോടതി സമീപിച്ചത്. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി അല്പസമയം മുമ്പ് പരിഗണിച്ചതും ഇതിന്മേൽ എത്രയും വേഗം തന്നെ ഒരു തീരുമാനമെടുത്തതും. കാരണം ഇതൊരു അന്വേഷണ റിപ്പോർട്ട് എന്നത് ഒരു രഹസ്യരേഖയല്ല എന്നാണ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ പരാമർശം. അത്തരമൊരു നിരീക്ഷണം അദ്ദേഹം ഉത്തരവിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നതിന് തടസ്സം പറയാനാകില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതും. ഈ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണം ഹൈക്കോടതി അതിൻ്റെ ഉത്തരവിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് എത്രയും വേഗം കൈമാറുക എന്നതാണ് കീഴ്ക്കോടതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിചാരണ കോടതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് അന്വേഷിച്ച കോടതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ, കീഴ്ക്കോടതികളുടെ വിചാരണ കോടതിയുടെയും മജിസ്ട്രേറ്റ് കോടതിയുടെയും കസ്റ്റഡിയിലിരിക്കെ 3 തവണയാണ് പരിശോധിക്കപ്പെട്ടത്. 3 തവണയും രാത്രികാലങ്ങളിലാണ് പരിശോധിക്കപ്പെട്ടത്. ഇതൊരു അസ്വാഭാവികമായ പരിശോധനയാണ്. കാരണം മെമ്മറി കാർഡ് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ്. ഇതിലെ ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കി എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. എങ്കിലും മെമ്മറി കാർഡ് പരിശോധിച്ചത് അസ്വാഭാവികമാണ് എന്നും ഇതിന്മേൽ അന്വേഷണം ആവശ്യമാണ് എന്നും കാട്ടിയാണ് നേരത്തെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. അങ്ങനെ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിവരം പുറത്തുവിട്ടത് തന്നെ റിപ്പോർട്ടർ ടിവിയാണ്. റിപ്പോർട്ടർ ടിവിയുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ ആർ റോഷുപാലാണ് ആ മെമ്മറി കാർഡ് ചോർന്നു എന്ന വാർത്ത പുറത്തുവിടുന്നത്. അതിന് പിന്നാലെയാണ് അതിജീവിത അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുന്നത്. അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ ഹൈക്കോടതി ഇതിൽ പറഞ്ഞിരുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം മെമ്മറി കാർഡ് ചോർന്നു എന്നതിൽ ഒരു സംശയവുമില്ല. മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണമാണ് നടത്തേണ്ടത് എന്നായിരുന്നു. മെമ്മറി കാർഡ് ചോർന്നു എന്നത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ് കോടതി അതിൽ വ്യക്തമാക്കിയതും. തുടർന്ന് എങ്ങനെ ചോർന്നു, ആര് ചോർത്തി, എന്തിനു ചോർത്തി തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ്, അത്തരം കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തേണ്ടതെന്നുമായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയതും. അതിന്മേൽ വിചാരണ കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നേതൃത്വത്തിൽ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തിയതും ആ അന്വേഷണം പൂർത്തിയാക്കിയതും. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അതിജീവിത കോടതിയെ സമീപിച്ചുവെങ്കിലും അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ തയ്യാറായില്ല. തുടർന്നാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചതും. ഇതിൽ നേരത്തെ ഹർജി പരിഗണിച്ച അതിജീവിത മെമ്മറി കാർഡിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിച്ച അതേ കോടതി, അതേ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് ഈ പകർപ്പിന്റെ ഉത്തരവ് കൂടി അതിജീവിതയ്ക്ക് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ഉത്തരവ്, ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമ്പോൾ കോടതി പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് പ്രധാനം. അതായത് അന്വേഷണ റിപ്പോർട്ട് എന്നത് ഒരു രഹസ്യരേഖയായി കോടതി കണക്കാക്കുന്നില്ല എന്ന കാര്യമാണ്. വളരെ നിർണായകമായ നീക്കം തന്നെയാണത്. സ്വാഭാവികമായും നടിയാക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നു എന്ന വിഷയത്തിൽ എങ്ങനെയാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തലുകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിജീവിതയുടെ ഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ല എന്നും ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നു. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടിവിയാണ്.